അതെ, നമുക്കിന്നൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നീളമുള്ള അരിയാണ്, നമ്മുടെ മന്തിയുടെയൊക്കെ ടൈപ്പ് ആ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ച് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ഓയിലാണോ ഉള്ളത്, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ അതാണെങ്കിലും ചേർക്കാം. ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ എണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം, പൊട്ടിക്കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു അരിഞ്ഞ സവാളയും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, എന്നാൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റൈസിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ വേണമെങ്കിൽ ഒഴിക്കാം, അതല്ല ചൂടുവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേകാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർക്കാം. റൈസ് നിങ്ങൾ ചേർത്തിട്ട് ഇത് ദമ്മാക്കിയിട്ട് പിന്നെ നിങ്ങളിത് കുക്ക് ചെയ്യരുത്. എന്നുവെച്ചാൽ ആവശ്യത്തിന് തന്നെ റൈസ് വേവിച്ചെടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം.